മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അടിസ്ഥാന പാഠാവലിയിലെ വാക്കുകൾ വിടരുന്ന പുലരുകൾ എന്ന 3-ാമത്തെ യൂണിറ്റിലെ പണയം എന്ന കഥ നമുക്കിന്ന് വിശകലനം ചെയ്യാം. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ദരിദ്രനായ തയ്യൽക്കാരൻ ചാക്കുണ്ണിയാണ് ഇതിലെ പ്രധാന കഥാപാത്രം. ജീവനില്ലാത്ത വസ്തുക്കളെയും നമ്മൾ ചിലപ്പോൾ ജീവന് തുല്യം സ്നേഹിക്കാറുണ്ട്. ഒരു പാവയോ മറ്റെന്തെങ്കിലും ആകട്ടെ, നമ്മൾ ചിലപ്പോൾ ഇതെൻ്റെ ജീവനാണ്, ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്നതാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. തയ്യൽക്കാരൻ ചാക്കുണ്ണി ജീവന് തുല്യം സ്നേഹിച്ചത് ഒരു റേഡിയോയെയാണ്. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ദരിദ്രനായ തയ്യൽക്കാരനാണ് അദ്ദേഹം. കലാഹൃദയമുള്ള ഇയാൾ ഏറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഒരു റേഡിയോ സ്വന്തമാക്കുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്ന റേഡിയോ അയാളുടെ ഇളയ കുട്ടിയുടെ ചികിത്സയ്ക്കായി ചെമ്പു മത്തായിക്ക് പണയം വെക്കേണ്ടി വന്നു. ഇനി കഥ നോക്കൂ. ചെമ്പു മത്തായി നിലത്തിരുന്ന് പണപ്പെട്ടിയുടെ താഴിൽ താക്കോൽ തിരിച്ചു. ഒന്ന് വലിച്ചു നോക്കി. ശരിക്കും അത് പൂട്ടിയിട്ടുണ്ടല്ലോ എന്ന് ഉറപ്പ് വരുത്തി. പിന്നെ മുഖമുയർത്തിയപ്പോൾ വെറും അരമണിക്കൂർ മുമ്പ് മാത്രം അവിടെ നിന്ന് പോയ തയ്യൽക്കാരൻ ചാക്കുണ്ണി വരാന്തയിൽ വന്ന് നിൽക്കുന്നത് കണ്ടു. 3 പതിറ്റാണ്ടായി നൂലുകോർത്തു കുഴിഞ്ഞുപോയ കണ്ണുകൾ കൊണ്ട് അയാൾ ചുറ്റുപാടും നോക്കുന്നത് മത്തായി ശ്രദ്ധിച്ചു. തയ്യൽക്കാരൻ എന്തോ പറയാൻ മടിക്കുകയാണെന്ന് മത്തായിക്ക് തോന്നി. അപ്പോൾ നീ പോയില്ലേ ചാക്കുണ്ണി? മത്തായി ചോദിച്ചു. പോയിട്ട് വന്നു, തയ്യൽക്കാരൻ പറഞ്ഞു. ആ കാശുകൊണ്ട് കിടാവിന് കുറച്ച് മരുന്ന് വാങ്ങിക്കാൻ പോയതാ. തിരിച്ചു വരുമ്പോൾ ഒന്ന് കയറി. അതാ. അയാൾ വരണ്ട തൊണ്ടയിൽ ചുമച്ചു. ചെമ്പു മത്തായി പണയം വാങ്ങി പണം കടം കൊടുക്കുന്ന ഒരു പലിശക്കാരനാണ്. ചെമ്പു മത്തായി തൻ്റെ പണപ്പെട്ടി ശരിക്കും പൂട്ടിയിട്ടുണ്ടല്ലോ എന്ന് ഉറപ്പ് വരുത്തുന്നതിനു വേണ്ടി താക്കോല് തിരിച്ചും വലിച്ചൊക്കെ നോക്കിയിട്ട് ശരിക്ക് പൂട്ടിയിട്ടുണ്ടല്ലോ എന്ന് ഉറപ്പ് വരുത്തുകയാണ്. ആ സമയത്താണ് അരമണിക്കൂർ മുമ്പ് മാത്രം അവിടെ നിന്ന് പോയ തയ്യൽക്കാരൻ ചാക്കുണ്ണി എവിടേക്ക് വരുന്നത്? ചെമ്പു മത്തായിയുടെ വീട്ടിലേക്ക് വരുന്നത്. 3 പതിറ്റാണ്ടായി നൂലുകോർത്തു കുഴിഞ്ഞുപോയ കണ്ണുകൾ കൊണ്ട് അയാൾ ചുറ്റുപാടും നോക്കുന്നത് മത്തായി ശ്രദ്ധിച്ചു. 3 പതിറ്റാണ്ടായിട്ട് നൂല് കോർത്തിട്ട് കുഴിഞ്ഞുപോയ കണ്ണുകൾ എന്നാണ് ചാക്കുണ്ണിയുടെ കണ്ണുകളെ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതായത് ചാക്കുണ്ണിയുടെ ജീവിതാവസ്ഥയാണിതിൽ പ്രതിഫലിക്കുന്നത്. അതായത് ഇത്രയും കാലം ചാക്കുണ്ണി പണിയെടുത്തിട്ടും അദ്ദേഹം ഇപ്പോഴും ദരിദ്രാവസ്ഥയിൽ തന്നെയാണ്. വീട്ടിലെത്തിയ ചാക്കുണ്ണി എന്തോ പറയാൻ മടിക്കുകയാണെന്ന് മത്തായിക്ക് തോന്നി. മത്തായി ചോദിച്ചു, അപ്പോൾ നീ പോയില്ലേ ചാക്കുണ്ണി? കാരണം കുറച്ച് മുമ്പ് ചാക്കുണ്ണി അവിടെ വന്നതാണ്. അതിന് മറുപടിയായിട്ട് ചാക്കുണ്ണി പറഞ്ഞു, ഞാൻ പോയിട്ട് വന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ചാക്കുണ്ണിയുടെ ജീവൻ്റെ ജീവനായിട്ട് അദ്ദേഹം കരുതുന്ന ഒരു റേഡിയോ, അത് ചാക്കുണ്ണിക്ക് മത്തായിയുടെ കൈവശം പണയം വെക്കേണ്ടി വന്നു. പണയം വെച്ച് കിട്ടിയ പണം കൊണ്ട് തൻ്റെ കുട്ടിക്ക് മരുന്ന് വാങ്ങാൻ പോയതാണ് ചാക്കുണ്ണി. വരുന്ന വഴി എവിടെ കയറിയതാണ്? മത്തായിയുടെ വീട്ടിൽ കയറിയതാണ്. എന്തേ, പൈസ വാങ്ങിയതിൽ വല്ല കുറവുണ്ടോ? അതില്ല, അത് കൃത്യം 50 ഉറുപ്പിക ഉണ്ടായിരുന്നു. മരുന്ന് വാങ്ങിച്ചതിൻ്റെ ബാക്കി തുക എണ്ണിക്കാണിച്ചുകൊണ്ട് ചാക്കുണ്ണി പറഞ്ഞു. പിന്നെന്താ, ഇനി കൂടുതൽ പൈസയ്ക്കാ? ആ മുതലുകൊണ്ട് 50 ഉറുപ്പിക തന്നെ കിട്ടില്ല. അതല്ല മത്തായി മൂപ്പരേ, ചാക്കുണ്ണി നീ ആയതുകൊണ്ടാണ് ഞാനിതിന് സമ്മതിച്ചത്. സ്വർണ്ണമല്ലാണ്ട് ഒരു സംഗതിക്കും ഇവിടെ പണയമെടുപ്പില്ല. പണ്ടുമില്ല, ഇപ്പോഴുമില്ല. എൻ്റെ അപ്പൻ അതിൽ കണി ചാർന്നു. ചാക്കൂരു മാപ്പിളയ്ക്ക് സ്വർണം ചോരയിലുണ്ടായിരുന്നതാ. ഉരച്ച് നോക്കാണ്ട് തന്നെ പറയും, ഇത്ര ചെമ്പ്, ഇത്ര സ്വർണം. എനിക്കിത് പറ്റില്ല, കല്ലുമ്മൽ ഉരച്ച് നോക്കണം. അതാ പറഞ്ഞത്, സ്വർണ്ണമല്ലാണ്ട് ഒന്നും നമ്മൾ എടുക്കാറില്ല. ഇതിപ്പോൾ നീ ആദ്യമായിട്ട് ഒരു കാര്യം വന്ന് ചോദിക്കുമ്പോൾ ഇല്ലയെന്ന് എങ്ങനെയാണ് പറയുക? ചാക്കുണ്ണി തിരിച്ചു വന്നപ്പോൾ മത്തായി ചോദിക്കുകയാണ്, പൈസയിൽ വല്ല കുറവുണ്ടായിട്ടാണോ ചാക്കുണ്ണി തിരിച്ചു വന്നിരിക്കുന്നത്? എന്നാൽ ചാക്കുണ്ണി പറഞ്ഞു, പൈസയിൽ കുറവൊന്നുമില്ല. കുട്ടിക്ക് മരുന്ന് വാങ്ങിച്ചതിൻ്റെ ബാക്കി പൈസ എണ്ണി കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്.
50 രൂപയ്ക്കാണ് ചാക്കുണ്ണി ചെമ്പുമത്തായിയുടെ കയ്യിൽ പണയമായിട്ട് റേഡിയോ കൊടുത്തിരിക്കുന്നത്. ഈ 50 രൂപയിൽ കൂടുതൽ അതിന് കിട്ടില്ല എന്ന് ചെമ്പുമത്തായി പറയുന്നു. കൂടുതൽ പൈസയ്ക്ക് വേണ്ടിയാണ് ചാക്കുണ്ണി വന്നതെന്ന് ധരിച്ചിട്ടാണ് അങ്ങനെ അദ്ദേഹം പറയുന്നത്. അതല്ല എന്ന് ചാക്കുണ്ണി പറയുന്നു. എങ്കിലും മത്തായി തുടർന്ന് പറയുന്നത് എന്താണ്? ചാക്കുണ്ണിയെ നീ ആയതുകൊണ്ടാണ് ഇതിന് സമ്മതിച്ചത്. അതായത് ചെമ്പുമത്തായി സ്വർണമല്ലാതെ മറ്റൊന്നും പണയ വസ്തുവായിട്ട് വാങ്ങാറില്ല. ചെമ്പുമത്തായിയുടെ അപ്പൻ്റെ കാലത്തും സ്വർണമല്ലാതെ മറ്റൊന്നും പണയമായിട്ട് വാങ്ങാറില്ല എന്നും കൂടി ആര് പറയുന്നു? ചെമ്പുമത്തായി പറയുന്നു. ചാക്കോര് മാപ്പിള എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ അപ്പനാണ്. ചാക്കോര് മാപ്പിളയ്ക്ക് സ്വർണം ചോരയിലുണ്ടായിരുന്നതാ. ഉരച്ച് നോക്കാണ്ട് തന്നെ പറയും ഇത്ര ചെമ്പ് ഇത്ര സ്വർണം. തൻ്റെ അപ്പൻ്റെ കഴിവിനെ കുറിച്ചാണ് ആര് പറയുന്നത്? ചെമ്പുമത്തായി പറയുന്നത്. ജന്മനാൽ തന്നെ സ്വർണം പരിശോധിച്ച് തിരിച്ചറിയാനുള്ള കഴിവ് അപ്പന് ഉണ്ടായിരുന്നു എന്നതാണ് ഇവിടെ ചോരയിലുണ്ടായിരുന്നതാ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ചാക്കുണ്ണിയോടുള്ള പ്രത്യേക അടുപ്പം കൊണ്ട് പണയ വസ്തുവായി റേഡിയോ വാങ്ങുകയായിരുന്നു ചെമ്പുമത്തായി. ആ റേഡിയോയ്ക്ക് നല്ല വിലയുണ്ട് മത്തായി മൂപ്പരെ. ചാക്കുണ്ണി മടിച്ചു. ഉവേരിക്കും, പക്ഷെ എന്തായാലും സ്വർണത്തിൻ്റെ വിലയുണ്ടാവുമോ? ഈ റേഡിയോയും പാട്ടുമൊക്കെ എനിക്കത്ര പിടുത്തല്ല. മനുഷ്യരെ മെനക്കെടുത്താൻ ഓരോ ഏർപ്പാടുകൾ. ആ നേരം വല്ല പണിയെടുത്താൽ 4 കാശുണ്ടാക്കാം. ആ മുതലുകൊണ്ട് 50 ഉറുപ്പ്യന് കിട്ടില്ല എന്ന് ചെമ്പുമത്തായി പറയുമ്പോഴേ ചാക്കുണ്ണി എന്താ പറയുന്നത്? ആ റേഡിയോയ്ക്ക് നല്ല വിലയുണ്ട് മത്തായി മൂപ്പരെ. അതായത് ചാക്കുണ്ണിയെ സംബന്ധിച്ചിടത്തോളം വളരെ മൂല്യമുള്ള ഒരു വസ്തുവാണെന്ത്? ആ റേഡിയോ. എന്നാൽ പണം സമ്പാദിക്കുന്നതിൽ മാത്രമാണ് ചെമ്പുമത്തായിക്ക് താല്പര്യം. പാട്ടും റേഡിയോയുമെല്ലാം മനുഷ്യരെ മെനക്കെടുത്തുന്ന ഓരോ ഏർപ്പാടുകളായിട്ടാണ് അയാൾക്ക് തോന്നിയത്. ആ സമയത്തു കൂടി പണി ചെയ്ത് 4 പണം സമ്പാദിച്ചാൽ അതാണ് അയാൾക്ക് സന്തോഷം. പണിയെടുക്കുമ്പോഴും റേഡിയോ കേൾക്കാം മൂപ്പരെ. ഞാൻ അങ്ങനെയായിരുന്നു. വായിക്കുന്ന സമയത്ത് പാട്ടും നാടകവും ശബ്ദരേഖയും ഒക്കെ കേൾക്കും. ബട്ടൺ തുന്നുമ്പോൾ പ്രാദേശിക വാർത്ത, വക്കടിക്കുമ്പോൾ വയലും വീടും. വെറുതെ അല്ല ചാക്കുണ്ണിയെ നീ ഇപ്പോൾ അടിക്കണ തുണി മുഴുവൻ വെടക്കാവണത്. ഇക്കഴിഞ്ഞ പെരുന്നാളിന് നീ കുഞ്ഞനത്തിന് ജാക്കറ്റ് അടിച്ചപ്പോൾ എന്താണ്ടായി? അവളുടെ അമ്മയ്ക്കും കൂടി ചേർത്ത അളവാർന്നു അത്. പണിയെടുക്കുമ്പോഴും റേഡിയോ കേൾക്കാമെന്നാണ് ചാക്കുണ്ണി പറയുന്നത്. ചാക്കുണ്ണി അങ്ങനെയായിരുന്നു. തയ്ക്കണ സമയത്ത് അദ്ദേഹം പാട്ട്, നാടകം, ശബ്ദരേഖ ഇവയൊക്കെ കേൾക്കും. ബട്ടൺ തുന്നുന്ന സമയത്ത് പ്രാദേശിക വാർത്ത, റേഡിയോയിലെ വാർത്ത കേൾക്കും. വക്കടിക്കുമ്പോൾ വയലും വീടും, കൃഷിയുമായി ബന്ധപ്പെട്ട വയലും വീടും എന്ന പരിപാടിയുണ്ട്. ചിലപ്പോൾ വക്കടിക്കുമ്പോൾ വയലും വീടും പരിപാടി കേൾക്കും. അതായത് ഓരോ ജോലി ചെയ്യുമ്പോഴും അദ്ദേഹം റേഡിയോ കേട്ടുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെമ്പുമത്തായി പറയാണ്, വെറുതെ അല്ല ചാക്കുണ്ണി അടിച്ച തുണി മുഴുവൻ വെടക്കാവണത്. ചാക്കുണ്ണി അടിച്ചതൊക്കെ മോശമാവണത് വെറുതെ അല്ല, ഈ റേഡിയോ കേട്ട് ഇരുന്നിട്ടാണ്. കുഞ്ഞനത്തിന് ജാക്കറ്റ് അടിച്ചപ്പോൾ അവളുടെ അമ്മയ്ക്കും കൂടി പാകമുള്ള ജാക്കറ്റാണ്, അത്രയും വലിയ ജാക്കറ്റാണ് അളവ് തെറ്റി അടിച്ചതെന്നാണ് ചെമ്പുമത്തായി പറയുന്നത്. അതെന്തുകൊണ്ടാണെന്നാണ് മത്തായി പറയുന്നത്? നീ ഈ റേഡിയോ ഒക്കെ കേട്ടുകൊണ്ട് തയ്ച്ചത് കൊണ്ടാണെന്നാണ് പറയുന്നത്. പെരുന്നാളിൻ്റെ തിരക്കിൽ തെറ്റിയതാവും മൂപ്പരെ. ചിലത് പിള്ളേരെ കൊണ്ടും തുന്നിക്കുണ്ട്. അമ്മച്ചിയെ വിളിച്ചാൽ ഞാനത് വാങ്ങി മാറ്റി അടിച്ചു കൊടുക്കാം. അതവിടെ നിൽക്കട്ടെ ചാക്കുണ്ണി, നീ ഇപ്പം എന്താ തിരിച്ചു പോന്നത്? അത് നീ നാണിക്കണ്ട. ഏതാണ്ട് കല്യാണ പെണ്ണുങ്ങളുടെ അന്തി. എന്താച്ചാൽ പറയേ, എനിക്ക് പണി കുറേ ഉള്ളതാ. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. ചാക്കുണ്ണി ഇപ്പോൾ എന്തിനാണ് വന്നത് എന്നാണ് ആരുടെ ചോദ്യം? ചെമ്പുമത്തായിയുടെ ചോദ്യം. നീ നാണിക്കൊന്നും വേണ്ട. ഏതാണ്ട് കല്യാണ പെണ്ണുങ്ങളുടെ അന്തി, അതായത് കല്യാണ പെണ്ണുങ്ങളെപ്പോലെ നീ നാണിക്കൊന്നും വേണ്ട. എന്തായാലും പറയൂ, എനിക്ക് കുറേ പണിയുണ്ടെന്നും ചെമ്പുമത്തായി പറയുന്നു. അതല്ല മത്തായി മൂപ്പർക്ക് ഒന്നും തോന്നരുത്. ഈ പ്രായത്തിൽ എനിക്ക് എന്താ തോന്നാൻ? അതല്ല മത്തായി മൂപ്പര് ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയാം. എന്നാലും ഇതൊക്കെ കുട്ടികളുടെ പോലെ നോക്കേണ്ട സാധനങ്ങളാണേ. റേഡിയോയുടെ പിന്നിൽ നോക്കിയാൽ അറിയാം ഒരു കുട്ടിയുടെ പടം. എന്താ അത്? ശരിക്കും സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ പിന്നെ അത് പാടാണ്ടാവും. ഹ ഹ ഹ ചാക്കുണ്ണിയെ, ഇതാ അപ്പോൾ നന്നായത്. നീ നിൻ്റെ റേഡിയോ കൊണ്ടുവന്ന് ഇവിടെ പണയം വെച്ചു. ഞാനതിന് നിനക്ക് 50 ഉറുപ്പിക എണ്ണിത്തരുകയും ചെയ്തു. ചാക്കുണ്ണി പണയം വെച്ച റേഡിയോ
നന്നായി ശ്രദ്ധിക്കണമെന്ന് മത്തായിയോട് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആര് വന്നിരിക്കുന്നത്, ചാക്കുണ്ണി വന്നിരിക്കുന്നത്. അത് കുട്ടികളെപ്പോലെ നോക്കേണ്ട സാധനമാണ് എന്നാണ് ആര് പറയുന്നത്, ചാക്കുണ്ണി പറയുന്നത്. റേഡിയോയുടെ പിന്നിൽ ഒരു കുട്ടിയുടെ പടമുണ്ട്. അതായത് കുട്ടികളെപ്പോലെ തന്നെയാണ് റേഡിയോയും അല്ലേ. കുട്ടികളെ നോക്കുന്നത് പോലെ എന്ത് നോക്കണം, റേഡിയോ നോക്കണം. ശരിക്കും സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ പിന്നെ അത് പാടാണ്ടാവും. പ്രിയങ്കരങ്ങളായ വസ്തുക്കളെ സ്വന്തം മക്കളെന്ന പോലെ കരുതിയിരുന്ന ഒരു സംസ്കാരമാണ് നമുക്കുണ്ടായിരുന്നത്. ഇവിടെ ചാക്കുണ്ണി ആ റേഡിയോയെ, തനിക്ക് പ്രിയങ്കരമായ റേഡിയോയെ സ്വന്തം കുഞ്ഞിനെ പോലെയാണ് സംരക്ഷിച്ചിരുന്നത്. അപ്പോൾ ചെമ്പുമത്തായി പറയാണ്, നീ ഇവിടെ റേഡിയോ കൊണ്ടുവന്ന് പണയം വെച്ചു, അതിന് നിനക്ക് ഞാൻ 50 ഉറുപ്പിക എണ്ണിത്തരുകയും ചെയ്തു. അതും പുതുപുത്തൻ 10ൻ്റെ നോട്ട്. പിന്നെ ആ സാധനം ഞാനെടുത്തൊരു നമ്പർ ഇട്ട് മാറ്റിവെച്ചു, 129. അതാ എൻ്റെ പണി. ഇതിപ്പോൾ നീ വന്നിട്ട് ആ കുന്തം കുട്ടികളുടെ അന്തി നോക്കണമെന്നും താരാട്ട് പാടണമെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പറ്റുമോ? പറഞ്ഞപ്പോൾ ഓർമ്മ വന്നു, നിനക്കറിയാലോ കുട്ടികളെ തന്നെ ഞാൻ ലാളിച്ചിട്ടില്ല. നമ്മുടെ കാലത്ത് അവറ്റെയൊക്കെ നല്ല പെട പടച്ചിട്ടാണ് ഞാൻ വളർത്തിയിരിക്കണത്. ഈനാശൂനും പൈലിക്കും ഫ്രാഞ്ചീസിനും റോസമ്മയ്ക്കും ഒക്കെ കിട്ടിയ പെട ഇന്നാട്ടിൽ ഏതെങ്കിലും പിള്ളേർക്ക് കിട്ടിയിട്ടുണ്ടോ? എന്താ കാരണം? തല്ലി വളർത്തണം കുട്ടികളെ. എൻ്റെ അപ്പൻ എന്നെ താലോലിച്ചിട്ടുണ്ടോ? കമ്പി പഴിപ്പിച്ച് ചന്തിമല വയ്ക്കുക, ഷൂന്നൊരു ശബ്ദ. നീ റേഡിയോ പണയം വെച്ചതിന് പുതുപുത്തൻ 10ൻ്റെ നോട്ടുകൾ 50 രൂപ നിനക്ക് ഞാൻ തന്നു. മാത്രമല്ല എല്ലാ പണയ വസ്തുക്കളും എടുത്തു വയ്ക്കുന്നത് പോലെ ഞാൻ അതിനൊരു നമ്പർ ഇട്ട് മാറ്റിവെച്ചു, 129. ഇപ്പോൾ നീ വന്നിട്ട് ആ കുന്തം കുട്ടികളുടെ അന്ത്യം നോക്കണമെന്ന്, അതായത് ആ റേഡിയോ കുട്ടികളെപ്പോലെ നോക്കണമെന്നും താരാട്ട് പാടണമെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല എന്നാണ് ചെമ്പുമത്തായി പറയുന്നത്. അദ്ദേഹം സ്വന്തം കുട്ടികളെ തന്നെ ലാളിച്ചിട്ടില്ല. ഭൗതികമായ നേട്ടങ്ങൾ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ആ ലാഭചിന്തകൾക്കിടയിൽ അദ്ദേഹം സ്വന്തം കുട്ടികളെപ്പോലും ലാളിച്ചിട്ടില്ല. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ഇദ്ദേഹത്തിൻ്റെ പിതാവ് വളർത്തിയതും അങ്ങനെ തന്നെയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് തല്ല് കിട്ടിയാൽ മാത്രമാണ്, അല്ലെങ്കിൽ തല്ലി വളർത്തിയാൽ മാത്രമേ കുട്ടികൾ നന്നാവൂ എന്നതാണ് ആരുടെ പക്ഷം? ചെമ്പുമത്തായിയുടെ പക്ഷം. ഇദ്ദേഹത്തിൻ്റെ അപ്പൻ ഇദ്ദേഹത്തെയും താലോലിച്ചിട്ടില്ല. അങ്ങനെയല്ല മത്തായി മൂപ്പരെ, ഒരു നോട്ടം വേണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എന്തോരോ ആളുകളുടെ പണ്ടോ മുതലും ഇടപാട് നടത്തിയ തറവാടാ ഇത്. അതിൻ്റെ ഇടയ്ക്കാ എൻ്റെ ഒരു ചിണുങ്ങ് റേഡിയോ. നീ പൊക്കോ ചാക്കുണ്ണിയെ, വെറുതെ നിന്ന് നേരം കളയാണ്ട് ചെന്ന് 2 കോണത്തിൻ്റെങ്കിലും വക്കടിച്ചോ. മുതലും പലിശയും കിട്ടാണ്ട് റേഡിയോ ഇവിടുത്തെ മച്ചിന്ന് ഇറങ്ങില്ല. പിന്നെ നിൻ്റെ റേഡിയോ ഇവിടെ ആരും കേൾക്കാനും പോണില്ല. സത്യം പറഞ്ഞാൽ ആ കുന്തം ഇവിടെ ഇരിക്കണതാ നിനക്കും നല്ലത്. മനസമാധാനമായിട്ട് വല്ല പണിയും നടക്കും. ചെമ്പുമത്തായി അങ്ങനെ പറഞ്ഞെങ്കിലും നേരെ മറിച്ചായിരുന്നു ചാക്കുണ്ണിയുടെ അനുഭവം. അയാളുടെ ജോലിയിലുള്ള ശ്രദ്ധ പാളിപ്പോയി. അളവുകൾ തെറ്റിച്ച് അയാൾ ഉടുപ്പുകൾ തുന്നി. അത് തിരിച്ചറിഞ്ഞപ്പോൾ തുന്നിയ നൂലുകൾ തന്നെ അയാൾ വല്ലാതെ ബുദ്ധിമുട്ടി അഴിച്ചെടുത്തു. ഒരുപാട് ആളുകളുടെ സ്വർണവും മുതലും പണയമായി വാങ്ങിയ തറവാടാണിത് എന്ന് ചെമ്പുമത്തായി പറയുന്നു. അതുകൊണ്ട് നീ പൊയ്ക്കോ എന്നും പോയിട്ട് വല്ലതും കഴിച്ചോ എന്നുമാണ് ചെമ്പുമത്തായി പറയുന്നത്. മാത്രമല്ല മുതലും പലിശയും കിട്ടാതെ മച്ചൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഈ റേഡിയോ നിനക്ക് കിട്ടില്ല. ഇവിടെ ആരും അത് കേൾക്കാനും പോണില്ല. ആ കുന്തം ഇവിടെ ഇരിക്കുന്നതാണ് നല്ലത് എന്നാണ് ചെമ്പുമത്തായിയുടെ അഭിപ്രായം. ചെമ്പുമത്തായി ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ചാക്കുണ്ണിയുടെ അനുഭവം നേരെ മറിച്ചായിരുന്നു. അദ്ദേഹം ഇതുവരെ ജോലി ചെയ്തിരുന്നത് ഈ റേഡിയോ കേട്ടുകൊണ്ടായിരുന്നു. റേഡിയോ നഷ്ടപ്പെട്ടപ്പോൾ അയാളുടെ ജോലിയിലുള്ള ശ്രദ്ധ പാളിപ്പോയി. അദ്ദേഹം തുന്നുന്ന ഉടുപ്പുകളൊക്കെ അളവുകൾ തെറ്റാൻ തുടങ്ങി. അത് തിരിച്ചറിയുമ്പോൾ അദ്ദേഹം വീണ്ടും തുന്നിയ നൂലുകൾ തന്നെ വല്ലാതെ ബുദ്ധിമുട്ടി അഴിച്ചെടുക്കും. തുണികളിലൂടെ കത്രിക തെറ്റി സഞ്ചരിച്ചു. ചക്രം ചവിട്ടുമ്പോഴും സൂചി ഉയർന്നു താഴുമ്പോഴുമെല്ലാം അയാൾ അജ്ഞാതമായൊരു പാട്ടിനു വേണ്ടി കാതോർത്തു. മനസ്സിലെ നാടകത്തിൽ നിന്ന് ഏതെല്ലാമോ കഥാപാത്രങ്ങൾ ഒച്ചയെടുത്ത് സംസാരിച്ചു. തേങ്ങി. ചുറ്റുപാടും നിരവധി ആളുകൾ ഉണ്ടായിരുന്നിട്ടും പറഞ്ഞറിയിക്കാനാവാത്ത ഒരേകാന്തത അപ്പോൾ അയാളെ വലയം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജോലിയിലൊന്നും അദ്ദേഹത്തിന്
തയ്യൽ ചെയ്യുമ്പോൾ, അതായത് ചക്രം ചവിട്ടുമ്പോൾ സൂചി ഉയർന്നു താഴുമ്പോഴൊക്കെ അദ്ദേഹം ഒരു പാട്ടിനു വേണ്ടി കാതോർക്കുകയാണ്. ഈ ജോലികളൊക്കെ അദ്ദേഹം ചെയ്യുന്നത് റേഡിയോയിലെ പരിപാടികൾ കേട്ടുകൊണ്ടായിരുന്നു, നാടകം കേട്ടുകൊണ്ടായിരുന്നു. ഇപ്പോൾ മനസ്സിൻ്റെ നാടകത്തിൽ നിന്ന് ഏതെല്ലാമോ കഥാപാത്രങ്ങൾ ഒച്ചയെടുത്ത് സംസാരിക്കുന്നതും തേങ്ങുന്നതായിട്ടൊക്കെ അദ്ദേഹത്തിന് തോന്നുന്നു. ചുറ്റുപാടും നിരവധി ആളുകളുണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന് ഒരേകാന്തത അനുഭവപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു ആ റേഡിയോ. ആറാട്ടുകുന്നിൽ റേഡിയോ വാങ്ങിച്ച ആദ്യത്തെ പൗരൻ ചാക്കുണ്ണിയായിരുന്നു. കഴിഞ്ഞ ഓണക്കാലത്ത് രാപ്പകൽ ഭേദമന്യേ വിശ്രമമില്ലാതെ തയ്യൽ പണി ചെയ്തതിൽ നിന്ന് മിച്ചം വെച്ച കാശുകൊണ്ടായിരുന്നു അയാളത് വാങ്ങിച്ചത്. റേഡിയോ വാങ്ങിക്കാൻ ഉറച്ച നാളുകളിൽ അയാൾ പതിവുള്ള ബീഡി വലി നിർത്തി. കള്ളുഷാപ്പുകൾക്കടുത്തെത്തിയപ്പോൾ മുഖം തിരിച്ചു. കാലിൽ ആണിയുടെ അസുഖമുണ്ടായിരുന്നിട്ടും പൊട്ടിയ റബ്ബർ ചെരുപ്പ് മാറ്റി വാങ്ങിക്കാതെ കഷ്ടപ്പെട്ട് നടന്നു. ആണ്ടിലൊരിക്കൽ മലയാറ്റൂർക്ക് പോകാറുള്ളത് അയാൾ അക്കൊല്ലം മുടക്കുവരുത്തി. തൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ മുത്തപ്പനല്ലാതെ ആർക്ക് കഴിയും? തീർത്ഥാടനം മുടങ്ങിയപ്പോൾ അയാൾ സ്വയം ആശ്വസിപ്പിച്ചു. ആറാട്ടുകുന്നിൽ റേഡിയോ വാങ്ങിച്ച ആദ്യത്തെ ആൾ ചാക്കുണ്ണിയായിരുന്നു. ഓണക്കാലത്ത് രാപ്പകൽ ഭേദമില്ലാതെ വിശ്രമമില്ലാതെ പണിയെടുത്തിട്ട് തയ്യൽ പണി ചെയ്തിട്ട് അതിൽ നിന്ന് മിച്ചം വെച്ച കാശുകൊണ്ടാണ് അയാൾ റേഡിയോ വാങ്ങിച്ചത്. ബീഡി വലിക്കുന്ന ശീലമുള്ള ചാക്കുണ്ണി പതിവുള്ള ബീഡിയൊക്കെ നിർത്തി കള്ളുഷാപ്പിനടുത്തെത്തിയപ്പോൾ അദ്ദേഹം മുഖം തിരിച്ചു. കാരണം ആ കാശ് കൂടി എന്തിനു വേണ്ടി സൂക്ഷിച്ചു വെക്കണം? റേഡിയോ വാങ്ങാൻ സൂക്ഷിച്ചു വെക്കണം. കാലിൽ ആണിയുടെ അസുഖമുണ്ടായിരുന്നു. പൊട്ടിയ റബ്ബർ ചെരുപ്പ് മാറ്റാതെ ആ കാലുകൊണ്ട് കഷ്ടപ്പെട്ട് അദ്ദേഹം നടന്നു. വർഷത്തിലൊരിക്കൽ മലയാറ്റൂർ പള്ളിയിൽ പോകാറുണ്ട്. അതും ആ വർഷം മുടക്ക് വരുത്തി. തൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ മലയാറ്റൂർ മുത്തപ്പന് കഴിയുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം. എന്തായാലും തീർത്ഥാടനം മുടങ്ങിയപ്പോൾ അദ്ദേഹം അങ്ങനെയാണ് ആശ്വസിച്ചത്. ഇത്രയും ത്യാഗം സഹിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? റേഡിയോ വാങ്ങുന്നതിന് വേണ്ടിയായിരുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം.